ഇത് സംഗീതം കൊണ്ട് ലോകം കീഴടക്കിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. എളിമയും സ്നേഹവും കൊണ്ട് മലയാളികളുടെ മനസ്സ് കവർന്ന ഗായികയുടെ കഥ. 1980കളുടെ തുടക്കം. MG രാധാകൃഷ്ണന്റെ ഒരു പാട്ട് റെക്കോർഡിംഗ് നടക്കുകയാണ് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. ലഞ്ച് ബ്രേക്കിന് പോയ ഗായിക തിരികെ എത്തിയിട്ടില്ല ഇതുവരെ. എല്ലാവരും ആകെ ടെൻഷനിലാണ്. ഒടുവിൽ കോറസ് ഗായികമാർക്കിടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ MG രാധാകൃഷ്ണൻ ഈ പാട്ട് പാടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ആ പാവാടക്കാരിയായ ഗായികയുടെ പേര് KS ചിത്ര. സിനിമ P ചന്ദ്രകുമാറിന്റെ ഞാൻ ഏകനാണ്. അതേ സിനിമയിൽ തന്നെ ദാസേട്ടനോടൊപ്പം പാടിയ ഈ പാട്ട് വലിയ ഹിറ്റായി. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖിയന്തേ മൗനം. ഈ ശബ്ദം ഒരിക്കലെങ്കിലും കേൾക്കാതെ മലയാളികൾക്ക് ഒരു ജീവിതമില്ല. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ മലയാളി കേട്ട പാട്ടുകൾക്ക് ഒരാളുടെ ശബ്ദമായിരുന്നു KS ചിത്രയുടെ ശബ്ദം. സിന്ധു ഭൈരവി എന്ന തമിഴ് സിനിമയിൽ ഇളയരാജയുടെ സംഗീതത്തിൽ പാടിയ ഈ പാട്ടിലൂടെ ആദ്യ ദേശീയ പുരസ്കാരം. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവാനറിയേ. തൊട്ടടുത്ത വർഷം ബോംബെ രവിയുടെ സംഗീതത്തിൽ ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു ചിത്ര ചേച്ചി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി അങ്ങനെ തമിഴിലും മലയാളത്തിലുമായി മികച്ച ഗായികയ്ക്കുള്ള 6 ദേശീയ പുരസ്കാരങ്ങൾ. പല സംസ്ഥാനങ്ങളിലായി നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ. രവീന്ദ്രമാഷിന്റെ സംഗീതത്തിൽ പാടിയ ഈ 2 പാട്ടുകൾ ഒത്തിരി പേരുടെ മനസ്സ് കീഴടക്കി. ഭരദ്വാജിന്റെ സംഗീതത്തിൽ പാടിയ ഈ പാട്ട് കേട്ടിട്ട് ഒത്തിരി പേരുടെ ജീവിതം തന്നെ മാറിപ്പോയ കഥകളുണ്ട്. വിദ്യാസാഗറിന് വേണ്ടിയും ഔസേപ്പച്ചന് വേണ്ടിയും SP വെങ്കടേഷിന് വേണ്ടിയും ജോൺ സമാഷിന് വേണ്ടിയും ഒക്കെ ചിത്ര ചേച്ചി പാടിയ പാട്ടുകൾ എവർ ഗ്രീൻ ഹിറ്റുകളായി മാറി. മലയാളികൾക്ക് ഒരു ടൈം ട്രാവൽ ടൂൾ കൂടിയാണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ. കണ്ണടച്ച് ഈ പാട്ടൊക്കെ ഒന്ന് കേട്ടാൽ ഒരു സ്വിച്ച് ഇട്ട പോലെ ചിത്ര ചേച്ചി നമ്മളെ തൂക്കിയെടുത്ത് 1990കളിൽ കൊണ്ട് നിർത്തും. നമുക്കിപ്പോൾ ഗുരുവായൂർ വരെ ഒന്ന് പോകണമെങ്കിൽ വണ്ടി പിടിച്ച് ട്രെയിൻ കയറി ബസ് കയറി അവിടെ ചെന്ന് ക്യൂ നിന്നിട്ടൊക്കെ വേണം ഗുരുവായൂരപ്പനെ കാണാൻ. പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഈ പാട്ടൊന്ന് കേട്ടാൽ നമ്മളെപ്പോൾ ഗുരുവായൂർ എത്തിയെന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ 50 വർഷത്തോളമായി കേരളത്തിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും മകളായി, അനിയന്മാർക്കും അനിയത്തിമാർക്കും ചേച്ചിയായി, കോടിക്കണക്കിന് കുഞ്ഞു മക്കൾക്ക് അമ്മയായി, ചിത്രാമ്മയായി.
അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തമായ ചിത്ര ചേച്ചി, തമിഴ്നാടിൻ്റെ ചിന്നക്കുയിൽ. തമിഴിൽ ദേവാസാറിന് വേണ്ടിയും ஆடியில சேதி சொல்லி ஆவணியில் தேதி வச்சு சேதி சொன்ன மன்னவருதா AR റഹ്മാന് വേണ്ടിയും கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை SA രാജ്കുമാറിന് വേണ്ടിയും இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை SS തമന് വേണ്ടിയുമൊക്കെ നിരവധി അനവധി ഗാനങ്ങൾ. இந்த நேரம் இன்னுயிரம் கண்ணை நிறந்தாரம் நின்று ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ തീരാത്ത അത്രയും പാട്ടുകൾ. നമ്മുടെ ഓരോ വികാരങ്ങൾക്കും കൂട്ടിരിക്കുന്ന എത്ര ടൈംലെസ് ക്ലാസിക്സ്. வந்து மண்ணோடு விழுந்து விட்டேன் ഇതെല്ലാം ചിത്ര ചേച്ചിയിൽ നിന്ന് നേരിട്ട് പാടി കേൾക്കാൻ ന്യൂസിലൻഡിലുള്ളവർക്ക് ഒരു അവസരമൊരുക്കുകയാണ് NZ മൊബൈൽ ഗ്രൂപ്പ്. ഈ വരുന്ന മെയ് 2 വെല്ലിംഗ്ടൺ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ വെച്ചും മെയ് 3 ഓക്ലൻഡിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വെന്യൂ അയോട്ടിയ സെന്റർ KTK തിയേറ്ററിൽ വെച്ചും ചിത്ര ചേച്ചിയുടെ ഒരു അത്യുഗ്രൻ ലൈവ് ഷോ. ചിത്ര ചേച്ചിയോടൊപ്പം ലൈവ് പാടി ഞെട്ടിക്കാൻ മധു ബാലകൃഷ്ണൻ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണോ എക്സ്പീരിയൻസ്. പരിപാടി കേമമാക്കാൻ ഇവരോടൊപ്പം KK നിഷാദേട്ടനും അനാമികയും ഒക്കെയുണ്ട്. ഒപ്പം നിരവധി പ്രഗത്ഭരായ കലാകാരന്മാർ നിറഞ്ഞ ഗംഭീര ലൈവ് ഓർക്കസ്ട്ര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ചിത്ര ചേച്ചിയുടെ ഒരു ഗ്രാൻഡ് ലൈവ് ഇൻ കൺസേർട്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട, ഇപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. കൂടുതൽ ഡീറ്റെയിൽസിന് ചിത്രവർണം NZ മൊബൈൽ ഗ്രൂപ്പിന്റെ ഈ പേജ് ഫോളോ ചെയ്യും. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഡോണ്ട് മിസ് ഇറ്റ്.